മണി മാറ്റേഴ്സിലേക്ക് സ്വാഗതം. ഈ ആഴ്ച നാം പരിശോധിക്കാൻ പോകുന്നത് സുപ്രീം കോടതിയിൽ കേരളവും കേന്ദ്രവും തമ്മിൽ നടക്കുന്ന കേസാണ്. അത് നിർണായകമായൊരു വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ്. കേരളം സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത് ഒരു ഭരണഘടനാ പ്രശ്നമാണ്. ഭരണഘടനാ സംസ്ഥാനങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ബഡ്ജറ്റ് രൂപീകരിക്കാനുള്ള അവകാശം നൽകുന്നുണ്ട്. അതിൽ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ നല്ലൊരു പങ്ക് കേന്ദ്രത്തിൻ്റെ ധനസഹായവും, ആ ധനസഹായവും വായ്പയും ലഭ്യമാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ യൂണിയൻ ഫിനാൻസ് കമ്മീഷനാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ഫിനാൻസ് കമ്മീഷൻ പറയാത്ത മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി സംസ്ഥാനത്തിൻ്റെ ധനകാര്യസ്ഥിതിയെ തകർക്കുകയും ബഡ്ജറ്റ് താറുമാറാക്കുകയും ചെയ്യുകയാണ് കേന്ദ്രം എന്നുള്ളതാണ് കേരളത്തിൻ്റെ കേസ്. കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു പ്രഥമ ദൃഷ്ടിയ ഒരു കേസുണ്ട്, അതുകൊണ്ട് ഫയലിൽ സ്വീകരിച്ചു. അത് കേന്ദ്രത്തിന് തിരിച്ചടിയായിരുന്നു. വാദം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി ഒരു നിർദ്ദേശം വെച്ചു. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഉള്ള തർക്കം കോടതിയിലല്ലല്ലോ തീർക്കേണ്ടത്, നിങ്ങളിരുന്നൊന്ന് ചർച്ച ചെയ്യും. ഇതുവരെ കേന്ദ്രം ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല. കേരളം ഉടനെ സമ്മതിച്ചു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും കേന്ദ്രത്തിൻ്റെ വക്കീലന്മാരും സമ്മതിച്ചു. കേരളത്തിൻ്റെ ധനമന്ത്രിയാണ് ഉദ്യോഗസ്ഥ ടീമിനെ നയിച്ചത്. പക്ഷേ കേന്ദ്ര ധനമന്ത്രി വന്നില്ല, കേന്ദ്ര ഉദ്യോഗസ്ഥന്മാർ മാത്രം. അതുകൊണ്ട് പ്രാരംഭ ചർച്ചയ്ക്ക് ശേഷം ഉദ്യോഗസ്ഥ തലത്തിൽ ആ ചർച്ച നടന്നു. ഭരണഘടനാ പ്രശ്നത്തിന് തീർപ്പുണ്ടാക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ പ്രായോഗികമായിട്ട് കേരളത്തിന് ലഭിക്കേണ്ട വായ്പയെ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ നടന്നു. 4 കാര്യങ്ങളിൽ കേന്ദ്രം കേരളത്തിന് അർഹമായിട്ടുള്ള വായ്പ അവർ കൂടി അംഗീകരിച്ചിട്ടുള്ള മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് ലഭിക്കാൻ അർഹതയുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വന്നു. ഏതൊക്കെയാണതെന്നറിയണോ? 1, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, കാര്യക്ഷമത ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഗ്രാന്റ് അനുവദിക്കുന്നുണ്ട്. അതിന് കേന്ദ്രം മുന്നോട്ട് വെച്ച എല്ലാ മാനദണ്ഡവും കേരളം പാലിച്ചിട്ടുണ്ട്. അത് മുഴുവൻ വിവരിച്ചു കഴിഞ്ഞപ്പോൾ സമ്മതിക്കേണ്ടി വന്നു. 4866 കോടി രൂപ ഈ ഇനത്തിൽ കേരളത്തിന് കിട്ടാനുണ്ട് വായ്പയായി. രണ്ടാമത്തത്, പബ്ലിക് അക്കൗണ്ടിൽ എന്ന് വെച്ചാൽ ട്രഷറി സേവിങ്സ് ബാങ്ക് എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അതിലാണ് സംസ്ഥാനത്തിൻ്റെ ജനങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പണം, PF ജീവനക്കാരൻ്റെത്, PWD സെക്യൂരിറ്റിയായി കിട്ടുന്ന തുക, ഇതൊക്കെ പബ്ലിക് അക്കൗണ്ടിലാണ് വരുന്നത്. അപ്പോൾ പബ്ലിക് അക്കൗണ്ടിൽ ഒരു വർഷം ഉണ്ടാവുന്ന അധിക ഡെപ്പോസിറ്റ് അത് സംസ്ഥാന സർക്കാരിന് വരുമാനമായിട്ട് വെക്കാം, വായ്പാ വരുമാനമായിട്ട് വെക്കാം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ LDFും UDFും പബ്ലിക് അക്കൗണ്ട് വഴി, ട്രഷറി ഡെപ്പോസിറ്റ് വഴി വലിയ തോതിൽ വിഭവസമാഹരണം നടത്തിയിട്ടുള്ളതാണ്. 2017 BJP സർക്കാർ ഇത് അവസാനിപ്പിച്ചു. പണ്ടെല്ലാം ബഡ്ജറ്റിൽ പബ്ലിക് അക്കൗണ്ട് രേഖപ്പെടുത്തും, പക്ഷേ അത് വർഷാവസാനം അതിനെ അധികരിച്ചു കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യാറില്ല. BJP സർക്കാർ 2017 മുതൽ പബ്ലിക് അക്കൗണ്ടിൽ ഉണ്ടാവുന്ന വർധന പൂർണ്ണമായിട്ട് വർഷാവസാനം എത്രയെന്ന് നോക്കിയിട്ട് പിറ്റേ വർഷത്തെ വായ്പയിൽ നിന്ന് കുറക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് പണ്ടുള്ള തോതിൽ തന്നെ ഈ വർഷവും വായ്പ എടുക്കും എന്ന് പരിഗണിച്ചുകൊണ്ട് നമ്മുടെ വായ്പ വെട്ടിക്കുറച്ചു. വിശദമായിട്ട് കണക്കുകളൊക്കെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അംഗീകരിക്കേണ്ടി വന്നു. അവർ പറഞ്ഞതിനേക്കാൾ വളരെ കുറവ് മാത്രമാണ് പബ്ലിക് അക്കൗണ്ടിൽ വർധനയുണ്ടായിട്ടുള്ളത്.
അതുകൊണ്ട് കേരളത്തിന് 4323 കോടി രൂപ കൂടി വായ്പ എടുക്കാൻ അവകാശമുണ്ട്. വെട്ടിക്കുറച്ച് ശരിയായില്ല. മൂന്നാമത്തത് GSDP-യുടെ സംസ്ഥാന GDP-യുടെ 3% സംസ്ഥാനത്തിന് വായ്പ എടുക്കാൻ അവകാശം. കേന്ദ്രത്തിന് 3% പാടുള്ളൂ. ഒരു കാലത്ത് ഒരു പാലിച്ചിട്ടില്ല. ഈ വർഷത്തെ ബഡ്ജറ്റിൽ പോലും 5.1 അല്ല 3% അല്ല. കഴിഞ്ഞ വർഷം 5.9% ഈ വർഷം എവിടെ വരുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. അവരൊരിക്കലും പാലിച്ചിട്ടില്ല. പാലിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അവര് ബഡ്ജറ്റിന് പുറത്തെടുക്കുന്ന വായ്പകളെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറയും. നമ്മുടെ കിഫ്ബിയുടെ വായ്പ പോലുള്ളത് കേന്ദ്രവും എടുക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്രത്തിന് ധനക്കമ്മിയിൽ ഉൾപ്പെടുത്തുന്നില്ല. കേരളത്തിൽ അത് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഡിമാൻഡ്. സംസ്ഥാനങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ള ഡിമാൻഡ്. അതിൻ്റെ പേരിൽ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. പക്ഷേ അതിപ്പോൾ തർക്കം ഭരണഘടനാ വിഷയമായതുകൊണ്ട് നമ്മൾ ചർച്ചക്കെടുത്തില്ല. പക്ഷെ ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്. 3% എടുക്കാമല്ലോ. GSDP-യുടെ കേന്ദ്രം ഉപയോഗിക്കുന്ന GSDP കണക്ക് ശരിയല്ല പൂർണ്ണമായിട്ട്. അത് ചില അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ GSDP എത്രയെന്ന് കണക്കൂട്ടുകയാണ്. ഇന്ന് നോക്കുമ്പോൾ യഥാർത്ഥ GSDP കേന്ദ്രം എടുത്തതിനേക്കാൾ കൂടുതലാണ്. ആ ഇനത്തിൽ 1877 കോടി രൂപ കൂടി വായ്പ എടുക്കാനുള്ള അവകാശം കേരളത്തിനുണ്ട്. മൂന്നാമത്തേത് കിഫ്ബിയുടെ വായ്പ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആയിട്ട് കരുതി അത് നമ്മുടെ വായ്പയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുകയാണ്. അതാണ് സുപ്രീം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആയിക്കോട്ടെ. പക്ഷെ അങ്ങനെ കിഫ്ബി എടുക്കുന്ന വായ്പ വെട്ടിക്കുറയ്ക്കുമ്പോൾ കിഫ്ബി നടത്തുന്ന തിരിച്ചടവ് അതും കുറക്കണ്ടേ? അങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്ക് 2543 കോടി രൂപ വായ്പ എടുക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ഈ 4 ഇനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ നടപ്പ് വർഷത്തിൽ 13,000 ചില്ലാനം കോടി രൂപ, 13,609 കോടി രൂപ ഇനിയും വായ്പ എടുക്കാനുള്ള അവകാശം കേരളത്തിനുണ്ട്. അതനുവദിക്കാതെ കേരളത്തിനെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കാൻ അല്ല, ഒരു സാമ്പത്തിക ഉപരോധം തന്നെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ചർച്ച ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ കേന്ദ്രത്തിന് സമ്മതിക്കേണ്ടി വന്നു കേട്ടോ, ഇങ്ങനെ അന്യായം അവർ പ്രവർത്തിക്കുന്നുണ്ടെന്നും. അപ്പോൾ ചർച്ച അവസാനിക്കാറായപ്പോൾ അവർ ഉദ്യോഗസ്ഥർ വീണ്ടും ധനമന്ത്രി ആയിരിക്കണം നമുക്കറിഞ്ഞുകൂടാ, പോയി കണ്ടു. തിരിച്ചു വന്നപ്പോൾ ഡിമാൻഡ് ശരി 13,609 കോടി രൂപ വായ്പ എടുക്കാൻ അനുവദിക്കാം, പക്ഷെ കേസിന് വിളിക്കണം. അതെങ്ങനെ? കോടതിയിൽ ചർച്ച ചെയ്യുന്ന വേറെ വിഷയമല്ലേ എന്ന്, ഭരണഘടനാ പ്രശ്നമല്ലേ, അത് കോടതി തീരുമാനിക്കട്ടെ. ഇത് ന്യായമായിട്ട് കിട്ടേണ്ട അവകാശം അവർ കൂടി അംഗീകരിക്കുന്നത്, അവരുടെ മാനദണ്ഡപ്രകാരം കേരളത്തിന് കിട്ടുന്നത് അത് തരൂല്ല എന്ന് പറയുന്ന ഒരുതരം മുഷ്കുണ്ടല്ലോ. അതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളൊരു കാര്യം ചെയ്തു, നന്നായിട്ട് മിനിറ്റ്സ് ആവശ്യപ്പെട്ടു യോഗത്തിൻ്റെത്, മിനിറ്റ്സ് എഴുതി. അപ്പോൾ ആ മിനിറ്റ്സിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് കേസ് പിൻവലിക്കുകയാണെങ്കിൽ പണം തരാമെന്ന്. ഇതാണ് കോടതി കൊണ്ടേ ഹാജരാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേസ് ഇവിടം വരെ എത്തി നിൽക്കുകയാണ്. പ്രശ്നം അതല്ല, ചില ഗുണ്ടാ പിരിവുകാരുണ്ടല്ലോ, മുഷ്കന്മാർ, അവരെ പോലെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ പെരുമാറ്റം. എന്തോന്ന് സഹകരണാത്മകമായ ഫെഡറലിസത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത്രയേറെ വ്യക്തമായിട്ട് കേരളത്തിന് അർഹതപ്പെട്ട പണം വായ്പ അനുവദിച്ചിട്ടില്ല എന്ന് കേന്ദ്രം പോലും പറയുന്നു. പക്ഷെ UDF-നും ഉണ്ടാട്ടമുണ്ടോ? കേന്ദ്ര BJP-യുടെ കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്ന നീക്കങ്ങൾക്ക് അവർ ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വരാൻ പോണ തെരഞ്ഞെടുപ്പ് ഈ ഒരു പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്രത്തിന് ശക്തമായ താക്കീത് നൽകാൻ UDF-നെയും BJP-യെയും അമ്പെ പരാജയപ്പെടുത്തണമെന്ന്. അതിലൂടെ മാത്രമേ കേരളത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പറ്റൂ, കേരളത്തിലെ പാവങ്ങളുടെ ആനുകൂല്യങ്ങൾ മുടക്കമില്ലാതെ വർദ്ധിപ്പിച്ച് നൽകുന്നതിനും കഴിയും.